കുട്ടമ്പുഴയിൽ നിന്ന് വനത്തിൽ ഇന്നലെ കാണാതെ പോയ സ്ത്രീകളെ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച DFO കുറാ ശ്രീനിവാസാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. സർ, എങ്ങനെയൊക്കെയുള്ള പരിശോധന നമ്മൾ ഇന്നലെ ഉച്ച മുതൽ നടത്തിയത്? അതെ, നമുക്ക് ഈ ഇന്നലെ ഇൻഫർമേഷൻ കിട്ടുന്ന മുതലേ നമ്മുടെ 3 ടീം പോയിട്ടുണ്ട്. നമ്മുടെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആക്ച്വലി അകത്ത് പോയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഒരു സേഫായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതിലെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ 3 ടീം പോയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഇന്നലെ പോയിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ കുറേ ടൈമാണ്. ആക്ച്വലി പെട്ടെന്ന് ലൈറ്റ് ഫെയിൽ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് അകത്ത് പോകാൻ പറ്റിയിട്ടില്ല. ആ ടീം തിരിച്ചെത്തിയ ശേഷം ഒരുപാട് ലൈറ്റ്സ് എടുത്തിട്ട് ഇനി ഒരു 5 ടീം ഇന്നലെ നൈറ്റ് പോയിട്ടുണ്ട്. ഒരു 9:30 to ആൾമോസ്റ്റ് ഒരു 2:30 വരെ ഉണ്ടായിരുന്നു മാക്സിമം ടീം. ആൻഡ് ഒരു ടീം അവിടുത്തെ നൈറ്റ് ഹാൾട്ട് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുമെങ്കിൽ ഒരുപാട് എലിഫൻറ്റ്സ് ബാക്കി വന്യമൃഗങ്ങളുടെ സ്ഥലമാണ്. സോ അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റില്ല നൈറ്റ് ടൈം. സേഫ് ഇല്ല സ്റ്റാഫൊക്കെ. സോ അതിനുവേണ്ടി ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു 15 ആൾക്കാർ ഒരു ടീം ഫോം ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇപ്പോൾ ഏതൊക്കെ ലേഡീസ് ഉണ്ടായിരുന്നു ഒരുപാട് ദൂരം പോയിട്ട് ഒരു പാറ മേളാണ് പോയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയാണ് ഈസി ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല. ബട്ട് നമ്മുടെ ഡ്രോൺ വെച്ചിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഏതൊക്കെ ഡ്രോൺ നമ്മുടെ കയ്യിലുണ്ട് ഡ്രോണും ഇത് ഒരു തെർമൽ ഇമേജ് എടുക്കാൻ പറ്റുന്ന ഒരു പേലോഡ് ഉണ്ടായ ഡ്രോണാണ്. ബട്ട് അതിലൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. സോ അതിനു വേണ്ടി ഇന്ന് രാവിലെ ലൈറ്റ് സ്റ്റാർട്ടിന് ശേഷം പെട്ടെന്ന് നമ്മുടെ 5 ടീം അകത്ത് പോയിട്ടുണ്ട്. സോ ലക്കിലി നമുക്ക് ഒരു ടീമിക്ക് ഇൻഫർമേഷൻ കിട്ടി. ആൻഡ് ദെൻ 3 ആൾക്കാർ സേഫായിട്ട് ഉണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് തിരിച്ച് കൊണ്ടുവരുന്നത്. ഇവരെ ഏത് ഭാഗത്തുനിന്നാണ് സാറെ കണ്ടെത്തി? അരിക്കമുത്ത് ഭാഗത്താണ് പറയുന്നത്. സോ ഇവിടുത്തെ നോക്കെങ്കിൽ കുറച്ച് ലെഫ്റ്റ് സൈഡാണ് ഉള്ളത്. ഒരു കൈൻഡ് ഓഫ് ഒരു സ്ലോപ്പ് ഏരിയ ആണിത്, പാറകളുടെ ഏരിയ ആണിത്. അതെ, ഉയർന്ന പ്രദേശമാണിത്. സ്ലോപ്പ് കയറി പോവുക ചെയ്ത്. അതെ 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 അതാണ്. ഇവർ രാത്രിയൊക്കെ ത്രൂ ഔട്ട് സഞ്ചരിക്കുമായിരുന്നോ? അത് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ചോദിക്കേണ്ടത്. ബട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. ഈ ലേഡീസ്ക്ക് ഈ ഏരിയ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിട്ട് അറിയും. സോ അതിനു വേണ്ടി ഒരു ഹൈ ആയിട്ട് ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ നൈറ്റ് മൊത്തം ഹാൾട്ട് ആയിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് താഴെ ഉണ്ടെങ്കിൽ എലിഫൻറ്റ്സ് ബാക്കിയെല്ലാം ആനിമൽസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. സോ സേഫ് വേണ്ടി അവിടെ മുകളിൽ പോയിട്ട് അവിടുത്തെ ഉണ്ടാവും. അത് അവർ തന്നെ ഒരു ധാരണയിൽ എത്തിയതായിരിക്കും. ഇങ്ങനെ ഉയർന്ന പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വന്യജീവികളെ ആക്രമിക്കില്ലെന്നുള്ളൊരു ഇതിലല്ലേ? എന്നാലും വലിയൊരു അത്ഭുതമല്ലേ? കാരണം മനുഷ്യജീവികൾ ഇത്ര 3 പേര് വനത്തിനകത്ത് ഒരു ദിവസം മുഴുവൻ കുടുങ്ങിയിട്ടും ഒരു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത്. അതെ 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 അതെ. സോ ഇതിനുവേണ്ടി ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫ്, വാച്ചേഴ്സ് എല്ലാവരും ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ ഒരു ഉറക്കമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശ്രമിച്ചിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെ ഭക്ഷണം എല്ലാം എത്തിച്ചിട്ടുണ്ടോ? അത് ആൾറെഡി ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ട് പഴമോ പ്ലസ് വെള്ളം എല്ലാം നമ്മുടെ സ്റ്റാഫ് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ചിട്ട് ഒരു ആംബുലൻസ് ഏർപ്പാട്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ എത്തിയതിനു ശേഷം നമ്മുടെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകും. ആവശ്യമുണ്ടെങ്കിലാണോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക? അതെ അതെ. സാറിന്റെ കരിയറിൽ ഇത് ആദ്യത്തെ അനുഭവമാണോ? ഇല്ല, ഇങ്ങനെയായിട്ട് വേറെ സ്ഥലങ്ങളിൽ ഞാൻ പാലക്കാടിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഇങ്ങനെയായിട്ട് ആയിട്ടുണ്ട്. സോ ഇതൊരു ബട്ട് ഇത് ഒരുപാട് അകത്താണ്. ഇത് കണ്ടിന്യൂസ് ഫോറസ്റ്റ് ആണ്, തിക്ക് ഫോറസ്റ്റ് ആണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നോക്കെങ്കിൽ ഒരു 10 meters 20 meters നമുക്ക് കാണാൻ പറ്റില്ല. അത് നൈറ്റ് ടൈം ഉണ്ടെങ്കിൽ ഇനി ഒരു ഡിഫിക്കൽട്ട് ലൊക്കേഷനാണ്. സോ പാലക്കാട് ഇതുപോലെ ഒരു മിഷൻ ഇതുണ്ടോ? പക്ഷേ സ്ത്രീകളായിരുന്നു അത്? ഇല്ല, അത് ഒരു കുട്ടികളുണ്ടായിരുന്നു, ബോയ്സ് ആണ് ഉണ്ടായിരുന്നത്. സ്ത്രീകളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിഷനിലൂടെ പുറത്തെത്തിക്കുന്നത് അല്ലേ? അതെ. എന്തായാലും DFO കുറാ ശ്രീനിവാസാണ് നമ്മളോട് സംസാരിച്ചത്. ഇദ്ദേഹമാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഈ അന്വേഷണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി വിവിധ സംഘങ്ങളായി തിരിച്ച് പോലീസിനെയും ഫയർഫോഴ്സിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം തിരിച്ച് സംഘങ്ങളായി അകത്തേക്ക് കയറ്റിവിട്ടു. ഇതിലെല്ലാം നടത്തിയ ഒരു നേതൃത്വത്തിൽ വഹിച്ച പങ്ക് കൂടിയാണ് ഇപ്പോൾ അവസാനം ഇവരെ കണ്ടെത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് കുട്ടമ്പുഴയിൽ എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം സൈഫിനിസ് അലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.